പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടയന്റെ ഒരു കരുതൽ. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ഒന്നിനും മുട്ടുണ്ടാകാത്ത വണ്ണം ഇടയന്റെ ഒരു കരുതലാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് നമ്മൾ അറിയണം. എപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഏതില്ലായ്മയുടെ നടുവിലും ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. നല്ല ഇടയനായ യേശു നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഒരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ആടുകളുടെ വാതിലാണ് ഞാന്. ഇടയൻ, ആടുകൾ ഇടയന്റെ ശബ്ദം കേട്ടിട്ടാണ് പുറത്തേക്ക് പോകുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നത്. പല കള്ള ഇടയന്മാരുമുണ്ട്. ആ ഇടയന്മാരുടെ ശബ്ദം കേട്ടോ നമ്മൾ പരാജയപ്പെട്ടു പോകും. നല്ല ഇടയനായ കർത്താവ് നല്ല മേച്ചിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെ മേയ്ക്കുവാൻ ഇടവരും. നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ഒന്നിനും കുറവുണ്ടാകുകയല്ല പ്രിയമുള്ളവരെ. ഒന്നിനും ഒരു കുറവ് വരുത്താത്ത ലോകത്തെ ഒരേ ഒരാള് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. നമുക്കറിയാം, അപ്പസ്തോലന്മാർ യേശുവിന്റെ കൂടെ നടന്നിട്ട് അവർ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായിരുന്നു മീൻപിടുത്തം. ആ മീൻപിടുത്തം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ കൂടി എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. 3 ദിവസമായി യേശുവിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, യേശുവിന്റെ വചനം കേൾക്കാൻ കടന്നു വന്ന അനേക മനുഷ്യരുണ്ടായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവരെ പന്തിയിലിരുത്തി യേശു അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തി ആ പന്തിയിലിരുന്നിയ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, പരിപാലിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു നല്ല ബോധ്യം നമുക്കുണ്ടായാൽ മതി പ്രിയമുള്ളവരെ. എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, എത്ര ലഭിച്ചാലും തങ്ങൾക്കത് ദൈവത്തിൽ നിന്ന് മാത്രമാണെന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. കർത്താവ് നടത്തിയ വിധങ്ങളില്ലേ, കർത്താവ് പരിപാലിച്ച വഴികളില്ലേ, കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങളില്ലേ, അതിനപ്പുറം നമ്മളൊന്നും ചെയ്യേണ്ടതേ. നമ്മളെ കർത്താവ് നോക്കിക്കൊള്ളും. അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ഐശ്വര്യത്തിൽ കിടക്കുമ്പോൾ ആരും നമ്മളെ ഒരു സ്വാന്തന വാക്ക് പറയാനില്ലെങ്കിൽ, നമ്മൾ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അടികളേറ്റ്, നിന്ദനമേറ്റ്, നമുക്ക് വേണ്ടി പരിഹാസമേറ്റ് ആ യേശുവിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും നമ്മുടെ കൂടത്തിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ നല്ല ഇടയനായ യേശു. അവനാണ് നമ്മളെ നയിക്കുന്നത്. അവന്റെ ശബ്ദം കേട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വേറെ ആരുടെയും വഴിയിലല്ല നമ്മൾ കടന്നു പോകുന്നത്. എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, ഒരു കുടുംബം, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു വകയുമില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒരു സമ്പന്നനായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഈ പ്രായമായി ഒരു വരുമാനവുമില്ല, ഇങ്ങനെ ദാരിദ്ര്യത്തിൽ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ആ മനുഷ്യന് നല്ല പ്രായമുണ്ട്. ആ മനുഷ്യന്റെ അപ്പൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഉണ്ട്, ഒരിക്കലും മരിക്കില്ല, മരിക്കാൻ കഴിയില്ല, അവൻ ദൈവമാണ്, എൻ്റെ അപ്പൻ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവമാണ്, എനിക്കൊന്നിനും കുറവ് വരുത്തില്ല, എനിക്ക് നല്ല സമാധാനമാണ്, എനിക്ക് നല്ല സന്തോഷമാണ്, എൻ്റെ കുടുംബത്തിൽ വലിയ അനുഗ്രഹമാണ്, എപ്പോഴും എൻ്റെ കൂടെയുണ്ട്,
എനിക്കൊന്നിനും മുട്ടുണ്ടാകിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, നമ്മളെ നയിക്കുന്ന ഒരു കർത്താവില്ലേ? ഏതാവശ്യം നേരത്തും നമ്മുടെ കൈകളെ അവന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലാണ് എന്നെ ഏൽപ്പിക്കുന്നത്, അങ്ങ് എനിക്ക് വേണ്ടി എന്നും മതിയായി പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഞാൻ എവിടെ ചെന്ന് കൈനീട്ടിയാലും എനിക്ക് തരാൻ ആരുമില്ലെങ്കിലും സ്വർഗത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഉന്നതത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെതായ കൃപകളെ, സ്വർഗത്തിൻ്റെതായ അഭിഷേകത്തെ, സ്വർഗത്തിൻ്റെതായ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ നടത്തിത്തരുന്നവന്റെ സന്നിധിയിൽ ഇന്ന് എനിക്ക് കടന്നു പോകത്തക്ക വിധം എന്നെ ബലപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വരുത്തുക. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.